ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു? ഞാൻ എഴുതാനത്ത് ശ്രദ്ധയുണ്ട്, കെയറിംഗ് ആയിട്ടായി. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ക്ലാസ്മേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത ഫ്രഷ് കണ്ടന്റുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഹൂ നോസ് ഹൂ ബെറ്റർ. അപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അറിയാം ആരാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കൊരു ഫുഡിന്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് അതൊരു വിയേർഡ് ഫുഡ് ആയിട്ട് തോന്നും. അയ്യേ ഇതാണോ ഇതെന്ത് കോമ്പിനേഷൻ എന്ന് തോന്നിപ്പോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ചിലപ്പോൾ അറിയാൻ തോന്നുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. അതേത് ഫുഡാണ്? ഞാൻ എഴുതാനത്ത് എന്താ നീ കാണിക്കും ഉത്തരം? ചോറും മുളക് ഇങ്ങനെ ഇട്ടിട്ട് കറിയും അല്ല, ഏതായിരുന്നു? ചപ്പാത്തിയും മാങ്ങാച്ചാറും. ഓ, അത് വീടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണോ മാജിക്. ഞാൻ മാജിക് പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മാജിക് പഠിച്ചത് എവിടെ നിന്നാണ്? സിമ്പിളാണ്, എനിക്ക് അറിയാവുന്നതാണ്. ഇങ്ങനത്തെ അവസ്ഥ എനിക്ക് കൺഫ്യൂഷൻ എഴുതിയ മാജിക് പ്ലാനറ്റ്, മാജിക് അക്കാദമി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇഷ്ടമല്ല പച്ചക്കറി. അതിന്റെ ടേസ്റ്റും ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ലും എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിക്കി മൊത്തം ഞാൻ എത്ര സ്കൂളിൽ മാറി മാറി പഠിച്ചിട്ടുണ്ട്. നമ്പർ എഴുതിയാൽ മതി. എഴുതിയാ തിരിച്ചോ? 3. കറക്റ്റാണ്. ഞാൻ വെക്കുന്ന കറി ഞാൻ വെക്കുന്ന കറിയില് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറി എന്റെ ഗസ് ഇതാണ്. ഉള്ളിക്കറി. കൂടുകറി. കൂടുതൽ ഇഷ്ടമല്ലല്ലോ. ശരി, കൂടുതൽ വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് വെക്കുമ്പോഴല്ലേ നന്നായിട്ടുണ്ടെന്ന്. ഉള്ളിക്കറി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പങ്കെടുത്ത പ്രസംഗ മത്സരങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രൈസ് ഏതാണ്? എഴുതിയോ? ഓക്കെ, അപ്പൊ നീ കാണിച്ചു ആദ്യം. എന്തോ ഒരു കളറാണ്. എനിക്ക് ആ കളർ ഡ്രസ് ഇല്ല. ആ കളറ് ഉള്ള ഡ്രസ്സില്ല എനിക്ക്. പക്ഷെ എനിക്ക് ആ കളറ് വരുന്ന ഡ്രസ്സ് എടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. കുറെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ചക്രൂരും എനിക്ക് അങ്ങനത്തെ ഡ്രസ്സിന്റെ കളർ വേണം, അല്ലെങ്കിൽ ആ കളറുള്ള ഡ്രസ്സ് വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം. അത് ഏത് കളർ? വിച്ച് കളർ? നമ്മൾ നോക്കിയിട്ടുണ്ട്. മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് ഈ രാജ്യത്ത് പോകണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഒക്കെ പോലെ ഇവിടെ പോകണം, ഇവിടെ എന്തായിരുന്നാലും നമ്മൾ പോകണം, എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ആ രാജ്യം ഏതാണ്? ശരിയോ? നോക്കാം. ആൾക്കാർ ചിരിക്കും. ഇതാണ് വലിയ ആഗ്രഹം. വേറെ രാജ്യം. ഇന്ത്യ ഒന്നും എഴുതിയിരുന്നത്. രണ്ടെണ്ണം ശരിയായാലും പറയാം. സിംഗപ്പൂർ, ഫിൻലാൻഡ്, സ്വിറ്റ്സർലൻഡ്. ഫിൻലാൻഡിൽ പോകണമെന്നില്ല. ഫിൻലാൻഡിൽ ഏതെങ്കിലും ജോലി കിട്ടിയിട്ട് ഫിൻലാൻഡിൽ പോയി നിൽക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് ഇന്ത്യയില് യാത്ര പോകണം എന്ന് എനിക്ക്
തോന്നിയൊരു സ്ഥലമുണ്ട്, എന്തായാലും അവിടെ പോണം എനിക്ക് എപ്പോഴെങ്കിലും. അതെ, കുറെ സ്ഥലമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്ന സാധനം ഞാൻ എഴുതാം. കൈയ്യസിന് കളിക്കാൻ കമന്റ് ചെയ്യും. അടിക്കട്ടെ, കാശ്മീർ ആണോ? എന്റെ ലൈഫിൽ 10 വർഷത്തിന് മുകളിലായി ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങുന്ന 2 പേരുടെ പേര് എഴുതാം. 10 വർഷത്തിന് കൂടുതൽ. ഇപ്പൊ എത്ര എഴുതി നീ ഇപ്പൊ? 3. 10 വർഷത്തിന് മുകളിലായെങ്കിൽ 2 പേര് 10 വർഷത്തിന് മുകളിലായതുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, കാണിക്കണ്ടേ? ഞാൻ എഴുതിയ 2 പേര് പേരാണ് അഭയും നിളയും. ഞാൻ അമൽ ബിജി, ശ്രുതി, കുറെ ആൾക്കാരുണ്ട്. അയ്യോ, ഇവര് 5 പേര് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എനിക്ക് 10ാം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു? എനിക്ക് 10ാം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു? കണ്ടിട്ട് കളിയാക്കരുത്. 2 A+. പ്ലസ് ടു എന്റെ പെർസെന്റേജ് കറക്റ്റ് പെർസെന്റേജ് എഴുതണമെന്നില്ല. എന്ന് വെച്ചാൽ 0.3, 0.4 നമ്പർ എഴുതണം. പ്ലസ് ടു നിന്റെ പെർസെന്റേജ്? പ്ലസ് ടു എനിക്ക് എത്ര നിങ്ങൾക്ക് പെർസെന്റേജ്? 200%. എനിക്കറിയാൻ പാടില്ല. രണ്ടെണ്ണം ഏതല്ലേ ഓപ്ഷൻ? ശരി, കാണിക്കും. 87. 87 നീ എത്ര എഴുതി? 97 ഒന്നും പോയില്ല. ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാ? ഹെയർ ഓയിലോ? ഞാൻ ഇപ്പൊ തല തേക്കുന്ന എണ്ണ ഏതാ? സിമ്പിൾ മാൻ. പിന്നെ ശ്രദ്ധയുണ്ട്, കെയറിംഗ് ആയിട്ടായി. എന്റെ ആദ്യത്തെ പെട്ടോണിന്റെ പേര് അതെളുപ്പമാണ്. എനിക്കറിയാം. ഭയങ്കര ടഫായിട്ടുള്ള പേരൊന്നുമില്ല. എടുത്തുണ്ട് അപ്പു. ടിപ്പിക്കൽ മലയാളി പേര്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ വളർത്തിരുന്ന ആദ്യത്തെ പട്ടിക്കുട്ടിയുടെ പേരെന്താ? ആദ്യത്തെ പട്ടിക്കുട്ടിയാണോ എനിക്ക് ഉറപ്പില്ല. ഒരു പട്ടിക്കുട്ടിയുടെ പേര് പട്ടിക്കുട്ടിയെ അതാണ് തോന്നുന്നത്. എന്റെ ഓർമ്മയിൽ എന്റെ ആദ്യത്തെ പട്ടിക്കുട്ടിയതാ. റോസി. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്റെ ഷർട്ടിന്റെ സൈസ്? ബ്രാൻഡിന്റെ വ്യത്യാസം അനുസരിച്ച് 2 സൈസ് മാറി എടുക്കാനാണ്. ഷർട്ടില്ലേ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഞാൻ എഴുതിയതാണ്. 38, 40 കറക്റ്റ്. ഞാന് LP സ്കൂളിൽ പഠിച്ച എന്റെ നാട്ടിലാണല്ലോ. അത് ഏത് സ്കൂളിലാണ് ഞാൻ പഠിച്ച? LP സ്കൂൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. LP സ്കൂളാണ്? അല്ല, മെന്നൂർ. അമ്മ LP സ്കൂൾ മെന്നൂർ. അത് 5-6ാം ക്ലാസ് പഠിച്ചതാ. എന്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഏതായിരുന്നു? അപ്പൊ ഇതാണ് സാധനം. അതല്ല, എനിക്കറിയാം. ജിയോണി. LG അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തെങ്കിലും എഴുതണ്ടേ? ജിയോണി. അപ്പൊ എന്തോ ഒരു നീയാണെന്ന് അറിയില്ല. സെലോണിയാണോ എന്തോ ഒരു നീയാണ് എന്നാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി? എനിക്ക് ഉറപ്പില്ല. നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ചക്കുറിന് എന്താ പറയാൻ സാധ്യത ഭയങ്കര കുറവാണ്. എനിക്കത് പറഞ്ഞിട്ടില്ല തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചല്ല. ഓ, ഞാൻ അറിയില്ല. നമ്മൾ കണ്ടുപിട്ടിയതൊക്കെ PG പഠിക്കുമ്പോഴാണല്ലോ. അപ്പൊ PGക്ക് നമ്മള് രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ കുറെ നേരം വർത്താനം പറയും, കഥയൊക്കെ ചളിയടിക്കും, വർത്താനം പറയും, കഥയൊക്കെ പറയും. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയി ഇരുന്ന് വർത്താനൊക്കെ പറയാറുള്ള എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്
എന്റെ നോക്കണ്ട, കോപ്പി ഇരിക്കണ്ട. ഇല്ല, ഞാൻ എഴുതി ഉത്തരം. ഇതിന് ഓപ്ഷൻ തോന്നില്ല, കറക്റ്റ് ഉത്തരം 2 3 എഴുതിട്ട് ഇതാണെന്ന് തോന്നണം. കാണിക്കും. ഏതാ? മരത്തിന്റെ താഴെ. ആൽത്തറ. ആൽത്തറ അതാരില്ല, ആൽമരത്തിന്റെ താഴെയാ. അത് ആൽമരല്ല. ഞാൻ ഉദ്ദേശിച്ചത് ആൽത്തറയുടെ സ്ഥിതിയിലാണ് കിട്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ പോവാന്ന് നമുക്കൊരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ കൂടെ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്സസറി എന്താണ്? ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് കറക്റ്റ് ആവുമല്ലോ. വാച്ച്. 2 ഓപ്ഷനൊക്കെ ഇടയില്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ ബോറടിച്ചോണ്ടിരിക്കുമ്പോഴും എനിക്ക് അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴായാലും എപ്പോഴും ഞാനൊരു സിനിമ ഇട്ടങ്ങ് കാണും. അതിൽ ഓരോ ഭാഗം കാണാൻ പാടും. അതേത് സിനിമയാണ്? എനിക്കറിയാം. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആൻസർ തെറ്റേ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ള സിനിമ, കല്യാണരാമൻ. കല്യാണരാമൻ ഫാൻസ് കമന്റ് ഡൗൺ. ഹൂ നോസ് ഹൂ ബെറ്റർ ഇവിടെ ഒരു ടൈ കലാശിക്കുകയാണ്. പക്ഷെ ആദ്യമൊക്കെ ഞാനായിരുന്നു ലീഡ് ചെയ്ത് തോന്നുന്നതാണ്. ശരിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.